നമ്മുടെ കർത്താവായ ഈശോയുടെ ജനനം. അഭൗമികമായ ആ പ്രകാശം കൂടിക്കൂടി വരുന്നു. ആ പ്രകാശവലയത്തിനുള്ളിൽ കന്യക മറയുന്നു. പ്രകാശത്തിന്റെ ധവളമായ ഒരു മറ. ആ മറ അവളെ അതിനുള്ളിലേക്കു ലയിപ്പിച്ചതുപോലെ തോന്നുന്നു. അപ്പോൾ അതാ കന്യക ഒരമ്മയാകുന്നു. അവളിൽ നിന്നു ലോകത്തിന്റെ പ്രകാശം ശിശുവായി ജനിക്കുന്നു. മേരി തന്റെ അരുമജാതനെ കരങ്ങളിൽ വഹിച്ചിരിക്കുന്നു. റോസ് നിറത്തിൽ തുടുതുടുത്ത ഒരു കുഞ്ഞ്. റോസമൊട്ടുകൾ പോലുള്ള കൈകാലുകൾ ചലിപ്പിച്ചുകൊണ്ട് ഒരാട്ടിൻ കുഞ്ഞിനെപ്പോലെ നേരിയ ശബ്ദത്തിൽ അവൻ കരയുന്നു. സ്ട്രോബെറി പോലെ ചുവന്ന അധരങ്ങൾ. മുടിയുടെ സ്വർണ്ണനിറം നിമിത്തം അത് മുടിയാണെന്ന് തോന്നുന്നില്ല. കുഞ്ഞിന്റെ ശിരസ് മേരിയുടെ ഉള്ളം കൈയിൽ ചേർത്തിരിക്കുന്നു. ശിശുവിനെ നോക്കി ആരാധിക്കുന്നു. പുഞ്ചിരിക്കുകയും ഒപ്പം കണ്ണീർ വീഴ്ത്തുകയും ചെയ്യുന്നു. അവൾ കുനിഞ്ഞ് നെഞ്ചിന്റെ മധ്യഭാഗത്തു ചുംബിക്കുന്നു. നമുക്കുവേണ്ടി സ്പന്ദിക്കുന്ന ഹൃദയം അതിനടിയിലാണല്ലോ. അവിടെ ഒരു ദിവസം മുറിവുണ്ടാകുന്നതുമാണ്. അമ്മ ആ മുറിവിന് ഇന്നേ പരികർമ്മം ചെയ്യുകയാണ്. കണ്ണഞ്ചിക്കുന്ന പ്രകാശം നിമിത്തം കാള ഉണർന്ന് തറയിൽ ചവിട്ടിയും മുക്രയിട്ടും ശബ്ദം പുറപ്പെടുവിക്കുന്നു. കഴുത തിരിഞ്ഞു നോക്കി കരയുന്നു. അവ അവയുടെ സ്രഷ്ടാവിന് സ്വാഗതമരുളുകയാണ്, തങ്ങൾക്കുവേണ്ടിയും മൃഗലോകത്തിനുവേണ്ടിയും. പ്രാർത്ഥനയിൽ മുഴുകി ചുറ്റും നടക്കുന്നതൊന്നും അറിയാതിരുന്ന ജോസഫിന് മുഖത്തോട് ചേർത്തു പിടിച്ചിരിക്കുന്ന കൈവിരലുകൾക്കിടയിലൂടെ പ്രകാശം കണ്ണിലേക്കു കടക്കുന്ന അനുഭവമുണ്ടായി. ജോസഫ് തലയുയർത്തി നോക്കുന്നു. കാളയുടെ നിഴൽ കൊണ്ട് മേരിയെ കാണാൻ പറ്റുന്നില്ല. മേരി വിളിക്കുന്നു, ജോസഫേ വരൂ. ജോസഫ് തിടുക്കത്തിൽ ചെല്ലുന്നു. ബഹുമാനാധിക്യം നിമിത്തം മുട്ടുകുത്താൻ തുടങ്ങുന്നു. എന്നാൽ മേരി നിർബന്ധമായി പറയുന്നു, വരൂ ജോസഫേ. മേരി കുഞ്ഞിനെ ചങ്കിനോട് ചേർത്തു പിടിച്ചുകൊണ്ട് എഴുന്നേറ്റുവരുന്നു. ജോസഫും ഭയത്തോടെ നടന്നു ചെല്ലുന്നു. രണ്ടുപേരും പരസ്പരം നോക്കി. സന്തോഷാധിക്യത്താൽ കണ്ണുകൾ നിറയുന്നു. വരൂ, നമുക്ക് ഈശോയെ പിതാവിന് സമർപ്പിക്കാം, മേരി പറയുന്നു. ജോസഫ് മുട്ടുകുത്തി നിൽക്കുന്നു. രണ്ടു മരത്തൂണുകളുടെ ഇടയിൽ നിന്നുകൊണ്ട് മേരി കുഞ്ഞിനെ കരങ്ങളിൽ ഉയർത്തിപ്പിടിച്ചു പറയുന്നു, ഇതാ ഞാൻ അവന്റെ പേർക്ക്. ഓ ദൈവമേ, ഈ വാക്കുകൾ ഉച്ചരിക്കുന്നു. അങ്ങേ ഇഷ്ടം നിറവേറ്റുവാൻ തയ്യാറായിരിക്കുന്ന അവനോടൊപ്പം മേരിയായ ഞാനും എന്റെ മണവാളൻ ജോസഫുമുണ്ട്. ഓ കർത്താവേ, അങ്ങേ മഹത്വത്തിനായും അങ്ങേ സ്നേഹപ്രതിയും എല്ലാ മണിക്കൂറുകളിലും എല്ലാ സംഭവങ്ങളിലും അവിടുത്തെ ഹിതം ഞങ്ങൾ നിറവേറ്റുന്നവരാകട്ടെ. ഇതാ ജോസഫ്, ഇവനെ എടുക്കൂ. അത്ഭുതസ്തബ്ധനായി നിൽക്കുന്ന ജോസഫിനെ മേരി നിർബന്ധിക്കുന്നു. ഞാൻ യോഗ്യനല്ല. ജോസഫ് കരയുന്നു. നീ വളരെ യോഗ്യനാണ്. നിന്നെക്കാൾ യോഗ്യനായി വേറെ ആരും ഇല്ലാത്തതുകൊണ്ടാണ് അത്യുന്നതൻ നിന്നെ തിരഞ്ഞെടുത്തത്. ജോസഫ് പരിഭ്രമിച്ചു കൈകൾ നീട്ടി ഉണ്ണീശോയെ സ്വീകരിക്കുന്നു. ഓ എന്റെ കർത്താവേ, എന്റെ ദൈവമേ. കുനിഞ്ഞ് ഈശോയുടെ കാലിൽ ചുംബിക്കുന്നു. തണുപ്പു നിമിത്തം വിറച്ചു കരയുന്ന കുഞ്ഞിനെ മാറോട് ചേർത്തു സ്വന്തം കുപ്പായ കൈകൾ കൊണ്ടു പൊതിയുന്നു. മേരി പെട്ടി തുറന്നു പിള്ളക്കച്ചകളും തുണികളും എടുക്കുന്നു. ശിശുവിനെ പൊതിയുന്നു. എവിടെയാണ് കുഞ്ഞിനെ കിടത്തുക? ജോസഫ് മുകളിലത്തെ തട്ടിൽ നിന്നു വൈക്കോൽ വലിച്ച് താഴെയുള്ള പുൽത്തൊട്ടിയിലിട്ട് മേരിയുടെ കട്ടിയുള്ള മേലങ്കി നാലായി മടക്കി ദുർഗന്ധമുള്ള വൈക്കോലിനു മുകളിൽ വിരിക്കുന്നു. ബാക്കി ഭാഗം കൊണ്ട് കുഞ്ഞിനെ പുതപ്പിക്കുന്നു. മേരിയുടെ നേർത്ത ശിരോവസ്ത്രം കൊണ്ട് തലയും മറയ്ക്കുന്നു. ഇപ്പോൾ മുഖം മാത്രമേ കാണാനുള്ളൂ. വസ്ത്രങ്ങളുടെയും വൈക്കോലിന്റെയും ചൂടുകിട്ടിയപ്പോൾ കരച്ചിൽ നിർത്തി ഉറക്കമായി. രണ്ടുപേരും കുനിഞ്ഞു നിന്നു നോക്കുന്നു. ഉണ്ണിയുടെ ആദ്യത്തെ ഉറക്കം ആനന്ദത്തോടെ വീക്ഷിക്കുന്നു. അവരുടെ ആനന്ദം എത്ര മഹത്തരം! മേരി പറയുന്നു, അവൻ സ്വർഗ്ഗത്തിൽ നിന്നുള്ള സമാധാനമാണ്. ലോകത്തിൽ അവനെ സ്നേഹിക്കുന്നവർക്ക് അവൻ സമാധാനം വർഷിക്കുന്നു. എന്നാൽ അവന്റെ പീഡാനുഭവ സമയത്ത് അവനിൽ നിന്നു സമാധാനം നീക്കപ്പെട്ടു. സമാധാനമുണ്ടായിരുന്നെങ്കിൽ അവനു സഹനമുണ്ടാകുമായിരുന്നില്ല. അവസാന നിമിഷം വരെ അവൻ സഹിക്കേണ്ടിവന്നു. ദൈവമഹത്വം വഴി രക്ഷിക്കപ്പെട്ടവളാണ് ഞാൻ. അതു സ്ത്രീയുടെ രക്ഷയുടെ ആരംഭമായിരുന്നു. എന്റെ കന്യകാത്വം വഴി ശാരീരിക സന്തോഷങ്ങളും സംതൃപ്തിയും ഞാൻ വേണ്ടെന്നുവച്ചു. എന്നാൽ അതു മതിയായില്ല. കാരണം ഹവ്വായുടെ പാപം 4 ശിഖരങ്ങളുള്ള ഒരു വൃക്ഷമാകുന്നു: അഹങ്കാരം, അത്യാഗ്രഹം, കൊതി, ജഡികാസക്തി. ഈ 4 ശിഖരങ്ങളും വൃക്ഷത്തിന്റെ വേര് സജീവമാകുന്നതിനു മുൻപ് മുറിച്ചു കളയേണ്ടിയിരിക്കുന്നു. വളരെ എളിമപ്പെട്ടുകൊണ്ട് ഞാൻ അഹങ്കാരത്തെ കീഴ്പ്പെടുത്തി. എല്ലാവരുടെയും മുൻപിൽ ഞാൻ എന്നെത്തന്നെ താഴ്ത്തി. ഞാൻ അറിയണമെന്നു ദൈവം ആഗ്രഹിച്ച കാര്യങ്ങൾ മാത്രം അറിഞ്ഞാൽ മതിയെന്നു നിശ്ചയിച്ചു. എന്നോട് പറഞ്ഞതിൽ കവിഞ്ഞ് എന്നോട് തന്നെയും ദൈവത്തോടും ഒന്നും ഞാൻ ചോദിച്ചില്ല. അങ്ങനെ ദുർമോഹത്തെ ഞാൻ പരാജയപ്പെടുത്തി. സ്വർഗം എന്റെ ലക്ഷ്യം, എന്റെ ആഗ്രഹം, ഏകവിശപ്പ്, മറ്റെല്ലാ കൊതിയെയും ഞാൻ നിയന്ത്രിച്ചു പരാജയപ്പെടുത്തി. ഹവ്വായുടെ കൊതി ആർത്തിയായിത്തീർന്നതാണ് ജഡികാസക്തി. അതു നിയന്ത്രിക്കാതിരുന്നാൽ എല്ലാ ദുർഗണങ്ങളും വളർന്നു വലുതായിത്തീരും. അതു ലൈംഗികാസക്തിയിലേക്ക് നയിക്കും. അതു കാമാസക്തിയായിത്തീരും.
ഈ ദുർഗുണങ്ങളെല്ലാം ഞാൻ തകിടം മറിച്ചു. താഴേക്കിറങ്ങുന്നതിനു പകരം ഞാൻ എപ്പോഴും മുകളിലേക്കു കയറി. അതു ദാരിദ്ര്യം, നിന്ദനങ്ങൾ, എളിമപ്പെടുത്തലുകൾ എന്നിവ വഴിയാണ് ഞാൻ നേടിയെടുത്തത്.